എല്ലാവർക്കും നമസ്കാരം. കേരള സംസ്ഥാനത്തിൻ്റെ സമ്പത്തിനെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറിനെ കുറിച്ചുള്ള കണക്ക് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുക. കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിലും എയ്ഡഡ് മേഖലയിലും കൂടെ ആകെയുള്ള സ്കൂളുകൾ 7210 ഹയർ സെക്കൻഡറി 1040 പോളിടെക്നിക്ക് 52 ITI 409 ടെക്നിക്കൽ സ്കൂൾ 39 കോളേജ് 216 അങ്ങനെ അധ്യാപകരും അതുമായി ചേർന്ന ജോലിക്കാരും കൂടെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നത്, പെൻഷൻ കൊടുക്കുന്നത്, മറ്റ് ചെലവുകൾ വഹിക്കുന്നത് 8966 സ്ഥാപനങ്ങളാണ്. ഇതിൻ്റെ പുറത്ത് യൂണിവേഴ്സിറ്റികളും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വേറെയുണ്ട്. ഇനി ഗവൺമെൻറ് ഡയറക്റ്റ് ശമ്പളം കൊടുക്കുന്ന ഗവൺമെൻറ് അധ്യാപകർ എന്ന് പറയുന്നത് 76,000 പേരാണ്. എയ്ഡഡ് മേഖലയ്ക്ക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നത് 1,07,000 പേർക്കാണ്. പോളിടെക്നിക്കിലും ITIയിലും കൂടെ ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നത് 8,900 പേർക്കാണ്. കോളേജിലും ഹയർ സെക്കൻഡറിയിലൂടെ ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നത് 61,080 പേർക്കാണ്. നോൺ ടീച്ചിങ് സ്റ്റാഫിന് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നത് കേരളം മുഴുവൻ ഏതാണ്ട് 20,000 പേർക്കാണ്. അങ്ങനെ ഈ അധ്യാപക മേഖലയിലുള്ള മുഴുവൻ സ്റ്റാഫിൻ്റെയും കൂടി എണ്ണം എടുക്കുമ്പോൾ 2,72,980 ആളുകളാണ്. ഇനി ഇതിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളം എന്ന് പറയുന്നത് മാസം 75,000 രൂപ. ഏറ്റവും കൂടിയ ശമ്പളം എന്ന് പറയുന്നത് നമ്മളൊരു മീഡിയം ആളുകളുടെ ഏറ്റവും കൂടിയ ശമ്പളം എടുക്കുമ്പോൾ 1,15,000 രൂപ. ഇതിനകത്ത് ഈ UGC കുഞ്ഞച്ചന്മാർക്കൊക്കെ 2.5 ലക്ഷവും അതിലധികവും ശമ്പളമുള്ളവരുണ്ട്. അത് നമ്മൾ വിട്ടു. ഈ ആവറേജ് ഹൈസ്കൂൾ സാറുമാരുടെയൊക്കെ ശമ്പളവും ടോപ്പ് ശമ്പളം എന്ന് പറഞ്ഞാൽ 1,15. ഏറ്റവും കുറഞ്ഞ ശമ്പളം എന്ന് പറഞ്ഞാൽ 75,000. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് എടുക്കുമ്പോൾ ഒരു 95,000 രൂപ ഒരു മാസം ഇവർക്കൊരു ആവറേജ് ശമ്പളമുണ്ട്. നമ്മൾ 2,72,980 പേർക്ക് ഈ 95,000 രൂപ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നോക്കുമ്പോൾ 2,593.31 കോടി രൂപ ഒരു മാസം ഇവർക്ക് ശമ്പളം കൊടുക്കണം. ഇവർക്ക് 12 മാസം ശമ്പളം കൊടുക്കണം. 10 മാസമേ സ്കൂളുള്ളതിലും ഇവർക്ക് 12 മാസം ശമ്പളം കൊടുക്കണം. ആ 12 മാസം ഇവരുടെ ശമ്പളം കണക്ക് കൂട്ടി നോക്കുമ്പോൾ 31,119.72 കോടി രൂപ ഒരു വർഷം ഇവർക്ക് ശമ്പളം കൊടുക്കണം. ഇനി 8,966 കെട്ടിടങ്ങളുടെ മെയിൻ്റനൻസ്, ഈ കെട്ടിടങ്ങളിൽ കിടക്കുന്ന ഉപകരണങ്ങളുടെ മെയിൻ്റനൻസ്, ഇതിനാവശ്യമുള്ള സ്റ്റേഷനറി സാധനങ്ങൾ, ലാബറട്ടറി കെമിക്കൽ ടൂൾസ്, അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ സാധനങ്ങൾ, പിന്നെ ഇവരെഴുതി വെക്കുന്ന അല്ലറ ചില്ലറ ചെലവുകൾ, കള്ളക്കണക്ക് വേറെ, ഇതെല്ലാം കൂടെ കോടികൾ വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന തുകയൊന്നുമല്ല ഇത്ര വരുന്നത്. ഈ 2,72,980 അധികം പേര് ഒരു ഏതാണ്ട് 3.25 ലക്ഷത്തിനും 3.5 ലക്ഷത്തിനും ഇടയ്ക്കുള്ള പെൻഷൻകാരുണ്ട് അധ്യാപക മേഖലയിലുള്ളവർ ഏതാണ്ട്. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ശമ്പളം 31,119.72 കോടി. ഏതാണ്ട് പെൻഷനും അത്രയും തന്നെ വരും. കാരണം പെൻഷൻകാർ കൂടുതലുണ്ട്. തന്നെയല്ല, ഇവർ ഏറ്റവും മുന്തിയ ശമ്പളത്തിൽ ചെന്നിട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജാണ് പെൻഷൻ. ഏതാണ്ട് അത്രയും തന്നെ വരും. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മറ്റ് ചിലവുകളെല്ലാം കൂടെ കൂട്ടുമ്പം അത്രയും തന്നെ ഓരോ വർഷവും വരുന്നുണ്ട്. പുതിയ ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട്. പണിത് 2 കൊല്ലം കഴിയുമ്പോൾ അവിടെ ഇവിടെ എല്ലാം വിണ്ടു കീറുന്നുണ്ട്. പിന്നെ അത് റിപ്പയർ ചെയ്യുന്നുണ്ട്. സർക്കാർ ബിൽഡിംഗ് ആണെങ്കിൽ ഇഷ്ടം പോലെ പണിയുന്നതെല്ലാം നശിച്ച് നാറാണക്കല്ലെടുക്കുന്നുണ്ട്. പിന്നെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി മതിലുകൾ പൊളിക്കുന്നു, കെട്ടുന്നു. നമുക്കറിയാമല്ലോ, നവകേരള സദസ്സ് വന്നപ്പോഴൊക്കെ കേരളത്തിലെ മിക്ക സ്കൂളിൻ്റെ മതിലുകൾ പൊളിച്ചു. ഇങ്ങനെയുള്ള കണക്കുകളെല്ലാം കൂടെ കൂട്ടുമ്പം നമുക്ക് ഏതാണ്ട് മനസ്സിലാകുന്നത് ഒരു വർഷം വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് ഒഴുകുന്നത് 93,359 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായ കണക്കുകൾ ഇത് വെളിവിടാമെങ്കിൽ മിക്കവാറും ഇതിന് മുകളിലേ പോകാൻ സാധ്യതയുള്ളൂ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് 1,82,000 കോടിയാണ്. 1.82 കോടി. ഇതിനകത്തുനിന്ന് അധ്യാപകർ കൊണ്ടുപോകുന്നത് 93,359 കോടിയാണ്. എന്ന് പറഞ്ഞാൽ കൂടുതലും അവരാണ് കൊണ്ടുപോകുന്നത്. ബാക്കി എന്ന് പറഞ്ഞത്
88,640 കോടിയേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും കൂടെ വീതിക്കാനുള്ളത്. അപ്പോൾ ഈ വരുമാനത്തിൻ്റെ 1.82 കോടിക്കകത്തുനിന്ന് 0.9359 ലക്ഷം കോടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ 93,359 കോടി എന്ന് പറയുന്ന സിംഹഭാഗം കൊണ്ടുപോകുന്നത് ഈ ഒരു വിഭാഗമാണ്, അധ്യാപക മേഖലയിലുള്ള വിഭാഗമാണ് കൊണ്ടുപോകുന്നത്. ഇനി അടുത്ത കണക്കുകൾ പറയാം. കേരളത്തിൽ ഒരു വർഷം ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 3.5 ലക്ഷമാണ്. 3.5 ലക്ഷം. ഒരു വർഷം മലയാളി എല്ലാം കൂടെ കൂടി 3.5 ലക്ഷം കുട്ടികളെ ജനിപ്പിക്കുന്നുള്ളൂ. നമുക്കറിയാം ഇതിൽ പകുതിയിലധികവും, ഒരു പരിധി വരെ പറഞ്ഞാൽ ഇതിൽ ഭൂരിപക്ഷവും സംസ്ഥാനത്തെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണ് പഠിക്കുന്നത്. അവർക്ക് പഠിപ്പിക്കാൻ ശേഷി ഉണ്ടായിട്ടൊന്നുമല്ല പല മാതാപിതാക്കളും പഠിപ്പിക്കുന്നത്. തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാന്യമായ വിദ്യാഭ്യാസം കിട്ടണം, ഇംഗ്ലീഷ് സംസാരിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലെങ്കിൽ ഭാവിയില്ല, അതിനൊരു നിലവാരം വേണമെന്നൊക്കെ കണക്കൂട്ടിയിട്ടാണ് കുട്ടികളെ കൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വിടുന്നത്. ഞങ്ങൾ കണക്കൂട്ടുകയാണ്, നമുക്ക് ഈ സ്കൂളുകൾ, ഈ സർക്കാർ ശമ്പളം കൊടുക്കുന്ന അധ്യാപക മേഖല മെയിൻ്റനൻസ് സംവിധാനം എല്ലാം നിർത്തിയിട്ട് ഈ മേഖല സ്വകാര്യവൽക്കരണം നടക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം ഏതൊക്കെയാലും ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ്. അത് ലോകം മുഴുവൻ ഗവൺമെൻറ് സൗജന്യമായി കൊടുക്കുന്ന കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്ക്, ഒരു കുട്ടിക്ക് മാസം 3000 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 3000 രൂപ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം തുടങ്ങുന്ന അന്ന് തൊട്ട് 10 മാസമല്ല പിള്ളേർക്ക് ഫീസിൻ്റെ ആവശ്യമുള്ളൂ. 3000 രൂപ ഒരു കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്താൽ 3.5 ലക്ഷം പേർക്ക് 3000 രൂപ വെച്ച 105 കോടി. 10 മാസത്തെ ചിലവ് നമ്മളെടുത്താൽ 1050 കോടി. 1050 കോടി. ഇനി ഇത് 12ാം ക്ലാസ് വരെ അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചാലും 1050 ഇൻറ്റു 12 ബാച്ച്, ഈ 3.5 ലക്ഷം പേർക്കായി കൊടുക്കുന്നത്. അങ്ങനെ കൂട്ടിയാൽ പോലും 12,600 കോടി. ഇനി ഡിഗ്രിക്കും PG പിള്ളേർക്ക് കൂടി അങ്ങ് കൊടുക്കാമെന്ന് വെച്ചാൽ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയും 4 വർഷം ഡിഗ്രിയും 2 വർഷം PGയും കൂടെ കൂട്ടി കൊടുക്കാമെന്ന് വെച്ചാൽ പോലും 16,800 കോടി മതി. തന്നെയല്ല, ഈ വിദ്യാർത്ഥിയുടെ പഠിത്തം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവന് പെൻഷനും കൊടുക്കണ്ട, ബാക്കി ഒരു കാര്യവും കൊടുക്കണ്ട. ഇനി ഈ സംവിധാനം നടപ്പിലാക്കണമെങ്കിൽ ഇതിൻ്റെ ഭരണതലത്ത് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ, സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഇതിനുള്ള ക്രമീകരണങ്ങൾ വേണം. സംസ്ഥാന തലത്തിൽ കാര്യമായ വിദ്യാഭ്യാസമുള്ള ഒരു ഗവൺമെൻറ് സെക്രട്ടറി വേണം, 2 അഡീഷണൽ സെക്രട്ടറി വേണം, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഒരു 50-ൽ താഴെ വിദഗ്ധന്മാരായ ക്ലർക്കുമാരും വേണം സംസ്ഥാന തലത്തിൽ. ജില്ലാ തലത്തിൽ 14 ജില്ലയുണ്ട്, ഒരു DEO വേണം, ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ വേണം. ഇനി ജോലിഭാരം കൂടുതലാണെങ്കിൽ എല്ലാവർക്കും ഓരോ അഡീഷണൽ വേണം. പിന്നെ അതിന് താഴോട്ട് ഒരു 50-ൽ താഴെയുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള മാന്യമായ വിദ്യാഭ്യാസമുള്ള ക്ലർക്കുമാർ വേണം. അങ്ങനെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരു 1145 ജോലിക്കാർ മതി. അതായത് സംസ്ഥാന തലം തൊട്ട് താവോട്ട് ചിലപ്പോൾ അത് 1000-ൽ താഴെയായിട്ടും ക്രമീകരിക്കാൻ പറ്റും. കാരണം അതെല്ലാം കൃത്യമായിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ. ഇനി അങ്ങനെ വരുവാണെങ്കിൽ പോലും അവർക്ക് ആവറേജ് ഒരു 1 ലക്ഷം രൂപ വെച്ച് ശമ്പളം കൂട്ടിയാൽ പോലും 114.5 കോടി രൂപയെ ചിലവ് വരുള്ളൂ. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇവർക്കങ്ങ് സഞ്ചരിക്കാൻ വേണ്ടി വണ്ടിയും അതിനുള്ള ഡീസലും അതിനുള്ള സംവിധാനവും സാഹചര്യവും എല്ലാം കൂടെ കൊടുത്തൊരു 100 കോടിയും കൂടെ കൂട്ടിയാൽ പോലും 214.5 കോടിയേ വരുള്ളൂ. ഇനി ഹയർ സെക്കൻഡറിക്ക് ശേഷം വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിയും PG ഒക്കെ വിദേശ രാജ്യങ്ങളിലെ പോലെ ഒന്നെങ്കിൽ ക്ലാസ്സുകൾ ഓൺലൈനാക്കാം, അല്ലെങ്കിൽ ആ വിഷയങ്ങളിൽ പ്രാഗൽഭ്യമുള്ള അധ്യാപകർ അതിൻ്റെ ക്ലാസ്സുകൾ എടുത്ത് യൂട്യൂബിൽ ലോഡ് ചെയ്യട്ടെ. കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കണം എന്നുള്ളവൻ. അത് കഴിഞ്ഞ് പരീക്ഷ മാത്രം ഗവൺമെൻറ് നടത്തിയാൽ മതി. ചുമ്മാ ചില താറുമാരുടെ വായിലിരിക്കുന്ന തുപ്പൽ മുഴുവൻ പിള്ളേരുടെ തല വീഴേണ്ട കാര്യമുണ്ടോ? അവർ നല്ല വിഷയങ്ങൾ, ഓരോ ക്ലാസ്സിലെയും വിഷയങ്ങൾ അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ല കൃത്യമായ ക്ലാസ്സുകൾ 1 മണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെയുള്ള ക്ലാസ്സുകൾ എടുത്ത് അത് യൂട്യൂബ് പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ചില സൈറ്റുകളിൽ ലോഡ് ചെയ്താൽ കുട്ടികൾ അത് എടുത്ത് പഠിക്കട്ടെ. അങ്ങനെ ക്ലാസ്സുകൾ നടത്തുന്ന അധ്യാപകർക്ക് നല്ലൊരു വരുമാനം കിട്ടും. എന്നിട്ട് ഈ പരീക്ഷ എവിടെ എഴുതിക്കുന്നല്ലേ, മുഴുവൻ സ്വകാര്യ മേഖലയാകുമ്പോൾ അവിടെ ഗവൺമെൻറ് പരീക്ഷകൾ നടത്തണം. സ്വകാര്യ ലാബുകളിൽ ഫീസ് അടച്ച് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കണം. പരീക്ഷ മാത്രം ഗവൺമെൻറ് നടത്തണം.
പേപ്പർ വാല്യുവേഷനും കരാർ കൊടുത്ത് നടത്തണം. സ്വകാര്യ മേഖല ശക്തമാകുമല്ലോ. ഇനി ഞങ്ങളിതിന് കണക്ക് കൂട്ടിയിട്ട് എങ്ങനെ വാരിക്കോരി ചിലവഴിച്ചാലും ഒരു 15,000 കോടിക്ക് താഴെ ഒരു വർഷം ചിലവ് തീരും. ഇനി ഉയർന്ന കുട്ടികൾക്ക് മാസം ഒരു കുറച്ചുകൂടെ തുക അങ്ങ് കയറ്റി കൊടുത്തെന്ന് വെച്ചോ, ഈ 3,000 പോരെന്ന് വെച്ചാൽ പോലും ഒരു 17,000 കോടി അല്ലെങ്കിൽ 20,000 കോടിക്ക് താഴെ ഇത് തീരും. അത്ര ഒന്നും വരികയില്ല. നമുക്ക് കൃത്യമായിട്ടറിയാം. ഇനി ആകെ ചിലവെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ചിലവെന്ന് പറയുന്നത് 93,359 കോടി എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ. നമ്മൾ ഈ പറഞ്ഞ രീതി വരുമ്പോഴത്തേനും മാക്സിമം ചിലവെന്ന് പറയുന്നത് 20,000 കോടി. എത്ര ബാലൻസ് വരും? ഈ 73,350 കോടി വെച്ച് വർഷം തിരിച്ചു വരും. ഇനി ആകെ ചിലവെന്ന് പറയുന്നത് 93,359 കോടിക്കകത്ത് നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റം പ്രകാരം ആകെ ചിലവെന്ന് പറയുന്നത് 20,000 കോടി വർഷമാണ്. അതിനകത്ത് 20,000 കോടിയും കഴിഞ്ഞ് ബാലൻസ് ഉള്ളത് 73,359 കോടി വർഷം ബാലൻസാണ്. ഈ 73,359 കോടി വെച്ച് വർഷം തിരിച്ചടച്ചാൽ 8 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 6 ലക്ഷം കോടി കടം തീരും. ഒന്ന്. ഇനി ഇത് ഇതുപോലെ നിലനിർത്തിക്കൊണ്ട് പോയാൽ അടുത്ത 10 വർഷം കൊണ്ട് ഈ 6 ലക്ഷം കോടി എന്നുള്ളത് ഒരു 16 ലക്ഷം കോടി കടമായിട്ട് വർദ്ധിക്കും. ഒരിക്കലും ഇത് കുറയാൻ പോകുന്നില്ല. ഈ 93,350 കോടി കൊണ്ടുപോകുന്നതിനകത്ത് എയ്ഡഡ് മേഖലയുടെ പങ്ക് വളരെ വലുതാണ്. സ്വകാര്യ എയ്ഡഡ് സ്കൂളുകൾ നടത്തുന്ന മാനേജ്മെൻറ്റ് കൊഴുക്കുന്നുണ്ട്. ഗവൺമെൻറ് അതുകൊണ്ട് ഒരു ഗുണവുമില്ല, പൊതുജനത്തിന് ഒരു ഗുണവുമില്ല. ഇനി സ്കൂളുകൾക്ക് ഇപ്പം നടക്കുന്നൊരു തട്ടിപ്പ് പറയാം. പല സ്കൂളുകളിലും ബുക്കും പുസ്തകവും ഒക്കെ മേടിക്കുന്നതിന് കുഞ്ഞു ക്ലാസ്സുകളിൽ പോലും ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ 10,000, 12,000, 15,000 മേടിക്കുന്നുണ്ട് മാസം. അവർ പറയുന്ന അവർക്ക് അക്കൗണ്ടിൽ പൈസ വേണ്ട, അവർക്ക് ക്യാഷ് ആയിട്ട് മതി. ഈ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ ഇതാ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ടോ? എന്തിനാണ് അക്കൗണ്ടിൽ വരാത്തത്? അതിനകത്തെല്ലാം വലിയ വെട്ടിപ്പുണ്ട്, വലിയ കമ്മീഷനുണ്ട്, പിടിച്ചാൽ പണി വീഴും. ഇങ്ങനെയുള്ളതിനെ കർശനമായിട്ട് നിയന്ത്രിക്കാനുള്ള ഇടപാടുകൾ, അതായത് ഗവൺമെൻറ് ഭരിച്ചാൽ മതി. ഗവൺമെൻറ് പറയണം ഇത്രാം ക്ലാസ്സിലെ പുസ്തകത്തിന് ഇത്ര രൂപ, ബുക്കിന് ഇത്ര രൂപ, യൂണിഫോമിന് ഇത്ര രൂപ, ബാഗിന് ഇത്ര രൂപ, ബാക്കി സംവിധാനം ഇത്ര രൂപ, ഇതിന് മോളിൽ വിൽക്കാൻ പറ്റുകയില്ലെന്നും ആ പൈസ അക്കൗണ്ടിൽ അടയ്ക്കണമെന്നും അതിന് തന്നെ ബില്ല് കൊടുക്കണമെന്നും അതിന് മുകളിൽ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചാൽ ആ അധ്യാപകരെയും ആ സ്കൂളിനെയും സസ്പെൻഡ് അല്ല ഡിസ്മിസ് ചെയ്ത് കളയണമെന്നും ഗവൺമെൻറ് തീരുമാനം എടുക്കണം. ഗവൺമെൻറ്റിന് ഇത് ചെയ്യാൻ പറ്റും. പല പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂളുകൾ നിന്നുപോകും. അവർക്കെന്താ അക്കൗണ്ടിൽ മേടിച്ചാൽ പൈസ? അക്കൗണ്ടിൽ പൈസ മേടിച്ചാൽ ഗവൺമെൻറ് കണക്കറിയും. അപ്പം മടിയിൽ കനവുണ്ടല്ലോ, ഒളിക്കാനുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞത്, ഈ അധ്യാപക മേഖല ഇങ്ങനത്തെ സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിലേക്ക് വന്നാൽ ഏതാണ്ട് 73,359 കോടി രൂപ വർഷം ബാലൻസ് കിട്ടും. ആ പണം അതുപോലെ എടുത്ത് തിരിച്ചങ്ങടയ്ക്കാമെങ്കിൽ 8 വർഷം കൊണ്ട് നമ്മുടെ 6 ലക്ഷം കോടി എന്ന് പറഞ്ഞ കടം തീരും. ഇത് മാറ്റുന്നില്ലെങ്കിൽ അടുത്ത 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 8 വർഷം കൊണ്ട് ഇത് 16 ലക്ഷം കോടിയായിട്ട് വർദ്ധിക്കും ഈ കടം. ഒരു മാറ്റവും ഇല്ല. ഇനി ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ പറയാം. ഒന്ന്, ഇങ്ങനെ മാറ്റുവാണെങ്കിൽ വർഷം 73,359 കോടി രൂപ സംസ്ഥാന സർക്കാരിന് ലാഭം. 2, മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ നല്ല സ്കൂളുകളിൽ കൊണ്ട് പഠിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ നടത്താം. അന്നേരം ചില പുള്ളികൾ ചോദിക്കും, അധ്യാപകരുടെ എല്ലാം പണി നഷ്ടപ്പെടുകയല്ലേ? ഒരു പണിയും നഷ്ടപ്പെടുകയല്ല. ഇത്രയും കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്വകാര്യ സ്കൂളുകൾ വരുമ്പം അവിടെ മാന്യമായിട്ട് അധ്യാപകർക്ക് പണി കിട്ടും. ഇതുപോലെ കൊള്ളയടിക്കുന്ന ശമ്പളം കിട്ടുകയെന്നേ ഉള്ളൂ. പിന്നെ ഈ ശമ്പളം കിട്ടുമ്പോൾ ഈയിടെ പാലക്കാട് നിന്ന് ഒരാൾ വിളിച്ചിട്ട് പറയാം, അവരുടെ അവിടുത്തെ പ്രധാന ഒരു അധ്യാപകന്മാരിൽ ഒരുത്താൻ കർണാടകത്തിൽ ഇഞ്ചി കൃഷി നടത്തുക എന്ന് പറഞ്ഞു. ഇഞ്ചി കൃഷി മാനേജ്മെൻറ്റ് ഒന്നും ചെയ്യാൻ മേല, യൂണിയൻ്റെ നേതാവാണ്. അപ്പോൾ ഇഞ്ചി കൃഷി ഒന്നും നടക്കുകയില്ല. രാവിലെ സമയത്ത് സ്കൂളിൽ ചെല്ലേണ്ടി വരും, കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ടി വരും. എന്നതേലും എന്ന് വെച്ചാൽ കാര്യം നടക്കുകയില്ല. മാന്യമായിട്ട് പിള്ളേർക്ക് പഠിപ്പിച്ചില്ല, അവർ പറഞ്ഞു വിടും. യൂണിയനും കളിയൊന്നും നടക്കുകയില്ല. ഇനി വേറൊരു പ്രധാന ഗുണമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കഴിഞ്ഞാൽ പോലീസിൻ്റെ പണി പകുതി കുറയും. ഈ പിള്ളേർ SFI KSU എന്നൊന്നും പറഞ്ഞ് വഴി ചാടിക്കിടന്ന് ബഹളം ഉണ്ടാക്കിയല്ല. കാരണം പിള്ളേരുടെ കാര്യം നോക്കി പൊക്കോളും. പോലീസിൻ്റെ പണി ഒത്തിരി കുറയും. പൊതുമുതലിൻ്റെ നശീകരണം ഒത്തിരി കുറയും. സ്വകാര്യ മേഖല മുഴുവൻ വർദ്ധിക്കും. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകാർ നല്ല വൃത്തിയായിട്ട് നടക്കുമ്പോൾ കെട്ടിടങ്ങൾ പണി വരും. അതുപോലെ സർക്കാരിന് വൻ GST കിട്ടും. അത് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യും. അത് കൃത്യമായിട്ട് അവരുടെ ഫീസുകൾ അവരടയ്ക്കും. അവർ കൃത്യമായിട്ട് കുട്ടികൾക്ക് ബസ് ഇടും. അത് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യും. അധ്യാപകരെ ധാരാളം നിയമിക്കും.
നോൺ ടീച്ചിങ് സ്റ്റാഫിനെ ധാരാളം നിയന്ത്രിക്കും. ഇതിനൊന്നും ഗവൺമെൻറ് തലയിടാൻ പോകണ്ട. ഇങ്ങനെയുള്ള 100 കണക്കിന് ഗുണങ്ങളുണ്ട്. ഇനി വലിയ പിള്ളേർക്ക് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞതാണ്, 3000 പോരെങ്കിൽ ഒരു 6000 7000 വെച്ച് കൊടുത്തു. എന്നാൽ പോലും ഇത് വർദ്ധിക്കുകയല്ല, ഈ തുക നിൽക്കും. ഒരു കാര്യമുണ്ട്, വിദ്യാർത്ഥി യൂണിയനും അധ്യാപക യൂണിയനും പിരിച്ചുവിടേണ്ടി വരും. അതുകൊണ്ടുള്ള ദൂഷ്യം എന്നാന്ന് ചോദിച്ചാൽ, ഈ 93,000-ലധികം കോടി രൂപ കൊണ്ടുപോകുന്നതിൻ്റെ നല്ലൊരു ശതമാനം ലെവിയായിട്ട് LDFിലോട്ടാണ് ചെല്ലുന്നത്. ഏതാണ്ട് നക്കാപ്പിച്ച UDFിലോട്ടും ചെല്ലുന്നുണ്ട്. ഈ ചെലവ് കൊണ്ട് സംസ്ഥാനത്ത് രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന 1 ലക്ഷത്തിൽ താഴെയുള്ള ആളുകൾക്കേ ഗുണമുള്ളൂ. 3.43 കോടി ജനത്തിന് ഒരു ഗുണമില്ല. ഞാൻ മനസ്സിലാക്കുന്നു, ഈ വീഡിയോയുടെ അടി ചിലപ്പോൾ കുറേ തെറി വരാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായിട്ടും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മൊണ്ണ അധ്യാപകരായിരിക്കും ആ തെറി എഴുതി വെക്കുന്നുള്ളത്. ഒരു മാറ്റവും വേണ്ട. പക്ഷെ തെറിയൊന്നും എനിക്ക് പേടിയില്ല, ഒരു പേടിയില്ല. ഇതാ സംസ്ഥാനത്തിൻ്റെ കാര്യം. ഇത് എനിക്ക് രാഷ്ട്രീയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെട്ടി തുറന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്തുനിന്ന് ഒരു ലവ്യം മേടിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ 3.43 കോടി പൊതുജനത്തോട് ചോദിക്കുക, സംസ്ഥാനത്തെ കാർന്ന് തിന്നുന്ന ക്യാൻസർ എന്ന ഈ അധ്യാപക വർഗത്തെ ഒരാവശ്യമില്ലാതെ നമ്മൾ ചുമക്കണോ? വിദ്യാഭ്യാസ മന്ത്രിയോടും ചോദിക്കുക, നമ്മൾ ചുമക്കണോ? മുഖ്യമന്ത്രിയോടും ചോദിക്കുക, ഈ കുരിശ് നമ്മൾ ചുമക്കണോ? വേണ്ടെങ്കിൽ ശക്തമായ നടപടികൾ എടുത്ത് സംസ്ഥാനത്തിൻ്റെ ബാധ്യത ശൂക്കെന്ന് കുറയ്ക്കാൻ പറ്റും. അത് സംസ്ഥാനത്തെ സ്നേഹിക്കുന്നെങ്കിൽ, സംസ്ഥാനത്തെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, 242 സ്വന്തം അക്കൗണ്ടിനെ വർദ്ധിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നെങ്കിൽ നടക്കുകയില്ല. അവനവൻ്റെ സംസ്ഥാനത്തെ, ഞാൻ ജനിച്ച നാട്, എൻ്റെ മണ്ണ്, ഞാൻ ജീവിച്ചിരിക്കുന്ന മണ്ണ്, ഈ നാടും ഈ മണ്ണും ഇവിടെ ഉണ്ടെങ്കിലേ മലയാളി എന്ന ഞാനുള്ളൂ. ഇത് വിദേശ മലയാളികൾക്ക് എല്ലാവർക്കും ഈ ചിന്തയുണ്ടോ? ഇവിടെ നടക്കുന്ന കതർട്ടനായി ചിന്തയില്ലാത്തത്, ഇവിടെ നടക്കുന്ന യൂണിയൻകാർക്കായി ചിന്തയില്ലാത്തത്, ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കായി ചിന്തയില്ലാത്തത്. ഞാൻ അനേക മലയാളികളോട്, വിദേശ മലയാളികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ നാട്, ഞങ്ങളുടെ മണ്ണ്. അത് തിരിച്ചു വേണമെങ്കിൽ ഇതുപോലെയുള്ള കർശന നടപടികൾ എടുക്കണം എന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അതുപോലെയുള്ള കർശന നടപടികൾ എടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കാലാന്തരത്തിൽ സംസ്ഥാന ഭരണം മാറേണ്ടി വരും. അത് മാറുക തന്നെ ചെയ്യും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.